പല ദാമ്പത്യ ജീവിതത്തിലും തകരാറുകൾ സംഭവിക്കുന്നത് സംശയം കാരണമാണ്. സംശയരോഗം മനുഷ്യൻ്റെ ശത്രുവാണ്. ഭർത്താവിൻ്റെ നടപടിയെപ്പറ്റി ഭാര്യയ്ക്ക് സംശയം, അതുപോലെ ഭാര്യയുടെ ചാരിത്രശുദ്ധിയിൽ ഭർത്താവിന് സംശയം. എന്നാൽ ഇതിലൊക്കെ നാം മനസ്സിലാക്കേണ്ട കാര്യം സംശയങ്ങളിൽ കൂടുതലും അടിസ്ഥാനരഹിതങ്ങളായിരിക്കുമെന്നാണ്. ഇത്തരം അടിസ്ഥാനമില്ലാത്ത സംശയങ്ങളുടെ പേരിൽ നമ്മുടെയൊക്കെ നാടുകളിൽ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. അതുപോലെ എത്രയോ സ്ത്രീ പുരുഷന്മാർ മാനസികാസ്വസ്ഥതകളും സ്വൈര്യക്കേടുകളും അനുഭവിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കി മുന്നോട്ടു പോകുന്നു. ഭാര്യയും ഭർത്താവും പരസ്പരം അനാവശ്യ സംശയങ്ങൾക്ക് ഇടം കൊടുക്കാതിരിക്കാൻ ഭാര്യയും ഭർത്താവും ഒരുപോലെ ശ്രമിക്കണം. എന്നാൽ മാത്രമേ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യമാരുമുണ്ട്. ഇതൊക്കെ ഒരു തരം മാനസിക രോഗമാണ്. ഇത്തരം മാനസിക രോഗങ്ങൾ ഉണ്ടാകാൻ ചിലപ്പോൾ ചില പശ്ചാത്തലങ്ങളും ഉണ്ടാകും. അതിനുള്ള അവസരം നാം ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ പവിത്രതകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തുന്നവരെയും നമുക്ക് കാണാം. ഇത്തരം ആളുകൾ എക്കാലത്തും ഉണ്ടാകും. എന്നാൽ പവിത്രതകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്നത് കടുത്ത തെറ്റാണ്. അപവാദം പറയുന്നവർക്ക് നാം ചെവി കൊടുക്കാതിരിക്കുക. അതിനുള്ള പക്വതയും തൻ്റെ ഇടവും നാം കാണിക്കണം. മാത്രമല്ല, ഒരുവിധ തെറ്റിദ്ധാരണകൾക്കും സംശയങ്ങൾക്കും നാം ഒരിടവും നൽകരുത്. സ്ത്രീയും പുരുഷനും ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സംശയത്തിനുള്ള അവസരം നാം തന്നെ ഉണ്ടാക്കിയാൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മെക്കുറിച്ച് ആളുകൾ അപവാദ പ്രചരണം നടത്തുകയും ചെയ്താൽ അതിൻ്റെ കുറ്റത്തിൽ നിന്നും ഒരു പങ്ക് നമുക്കും ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും ഒരു തെറ്റിദ്ധാരണകൾക്കും സംശയങ്ങൾക്കും ഇടം കൊടുക്കരുത്. നോക്കൂ നിങ്ങൾ, എത്രയോ കുടുംബങ്ങൾ സംശയവും തെറ്റിദ്ധാരണയും ഒക്കെയായി തകർന്നടിയുന്നു എന്ന് നാം ആലോചിക്കണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അനാഥകളാകേണ്ടി വന്ന നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ ദുരനുഭവം ഏതൊരാളെയും സങ്കടപ്പെടുത്തുന്നതാണ്. പരസ്പരം സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കാനുള്ള ഇടം നൽകാതെ ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കുക. എങ്കിലേ സന്തോഷകരമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കൂ. പരസ്പരം സംശയം ദൂരീകരിക്കുന്നതിന് സ്ത്രീയും പുരുഷനും ജീവിതം സംശുദ്ധമാക്കുകയല്ലാതെ മറ്റൊരു മാർഗവും അതിനില്ല. നാഥൻ തൗഫീഖ് നൽകട്ടെ.